1984 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ബി.ജെ.പി. ഭാരതം ഭരിക്കുമെന്ന് ചുമരുകളിൽ കുറിച്ചിട്ട ഒരു നാടുണ്ട് കണ്ണൂരിൽ. കണ്ണൂർ കോർപ്പറേഷൻ എളയാവൂർ സൗത്തിലെ ബി.ജെ.പി. പ്രവർത്തകരാണ് ചുവരെഴുത്തെഴുതിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 400-ലധികം സീറ്റുകളുടെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് എളയാവൂർ സൗത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ. 1980 ബി.ജെ.പി. രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 1984 നടന്നത്. അക്കാലത്താണ് വിരലിലെണ്ണാവുന്ന പ്രവർത്തകരുമായി കണ്ണൂരിലെ ചെറുഗ്രാമത്തിൽ ബി.ജെ.പി. പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രവർത്തകരാണ് കൃഷിയാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കനാലിലെ ചുമരിൽ ഭാരതം ബി.ജെ.പി. ഭരിക്കുമെന്ന് കുറിച്ചിട്ടത്. ഇത് നമ്മുടെ പാർട്ടി രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ട് ലോക്സഭയിൽ നടക്കുന്ന ഇലക്ഷൻ സമയത്താണ് അന്ന് നമ്മുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മുടേതായ സുഹൃത്തുക്കളായ മണിക്കോത്ത് രമേശൻ, മണിക്കോത്ത് വത്സൻ, മണിക്കോത്ത് സത്യൻ, അതുപോലെയുള്ള നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ. ആ സമയത്ത് നമുക്ക് അന്ന് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ രീതിയിൽ അന്നത്തെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളന്ന് എഴുതിയതാണ്. അപ്പോൾ അന്ന് നമ്മളെ സംഘടനാ തലത്തിൽ നമുക്ക് നല്ലൊരു ശക്തിയുള്ള സ്ഥലമായിരുന്നു. നമ്മളെ അളയാവൂർ അമ്പലം ശാഖ കഴിഞ്ഞാൽ അളയാവൂർ സൗത്തിൽ ശാഖയുണ്ടായിരുന്നു, ഇവിടെ ഒരു ശാഖയുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അന്ന് നമ്മളതായ ആ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. അതെ, ആ ഇലക്ഷൻ ഈ ഫസ്റ്റിലത്തെ ഇലക്ഷന് മുമ്പ് എഴുതിയതാണ്. നമ്മൾ ആ 80-ന് ശേഷം വരുന്ന 84 തോന്നുന്നു എനിക്ക്. 84 ഫസ്റ്റ് ഇലക്ഷൻ ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ആ ഇലക്ഷന് മുമ്പേ എഴുതിയതാണ്. നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അന്നത്തെ നേതാക്കൾ അത്രയും ആത്മവിശ്വാസമുള്ളവരായിരുന്നു. അൽക്കെ അദ്വാനിയെ പോലെ, വാജ്പേയിയെ പോലെ, രാജമാതാ വിജയരാജ സിന്ധ്യയെ പോലുള്ള കൂട്ടർ അന്ന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടർ ഒരു ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അന്ന് നമുക്ക് ഏവർക്കും ആ പ്രതീക്ഷയുണ്ട്. ഭാവിയിൽ നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറുന്നുള്ള പ്രതീക്ഷ അന്നേ നമുക്കുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 400-ലധികം സീറ്റോടെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. അല്ല, ഇനിയും നല്ല ഭൂരിപക്ഷത്തിൽ വരും. എന്താ വെച്ചാൽ നല്ലൊരു കാഴ്ചപ്പാടുള്ളൊരു സർക്കാരാണ് നമുക്കുള്ളത്. നമുക്ക് ഇവിടെ ഇപ്പം നടന്നു വരുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ ജനങ്ങളെ വിഡ്ഢികളായിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 മുന്നണികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഒരു NDA എന്ന് പറഞ്ഞ ഒരു മുന്നണിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും. അപ്പോൾ ഇത് ബി.ജെ.പിക്ക് എതിരായിട്ടുള്ളൊരു മുന്നണിയാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. ഇവർ വെറുതെ ആളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് LDF, UDF പറയുന്നത്. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. കരുത്തും ദീർഘവീക്ഷണവുമുള്ള നേതാക്കളാണ് ബി.ജെ.പിയുടെ ശക്തിയെന്ന് ഈ നാട്ടിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നു. ജനം, കണ്ണൂർ.